ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള മാജിക് മോൾ കാണാനായിട്ടാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബീച്ച് സൈഡായിട്ടാണ് ഈ മോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ബീച്ച് സൈഡായിട്ട് അവർ കുറേ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് രണ്ട് കുതിരകളൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടത്. അടിപൊളിയായിരുന്നു. മോൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുതിരയും അതേപോലെ തന്നെ ഒട്ടകവും കൂടി ചാടി ചാടി വരുന്നുണ്ട്. വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതൊക്കെ കണ്ടതിന് ശേഷം മോളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അത് അറബ്സിൻ്റെ ഒരു സെലിബ്രേഷനാണ്. അതൊക്കെ കണ്ടതിന് ശേഷം കിഡ്സ് പ്ലേയിങ് ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കിഡ്സ് പ്ലേയിങ് ഏരിയയിലാണ്. കൂടുതൽ ടൈമും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോളിൽ പറയുന്നത് സാധാ മോൾ പോലെ തന്നെ കൂടുതലും നമുക്ക് കുറേ ഷോപ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും ഡ്രസ്സിൻ്റെ ഷോപ്സാണ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓരോ ഷോപ്സിലൊക്കെ കയറിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അത് ഇവിടെ കയറിയത് ഓർമ്മയുള്ളൂ. പിന്നെ ഫുൾ കളിയായിരുന്നു. മോളാണെങ്കിൽ ഇതിൽ ഓരോന്നും കളിക്കണതും കയറുന്നതൊക്കെ കണ്ടക്കുമ്പോൾ ഒക്കെ പറഞ്ഞ് നമുക്കിന്ന് ടിക്കറ്റ് എടുക്കുക, അങ്ങനെ ഓരോന്നിനും കളിക്കാലും മോൾക്കും കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കളികളിൽ ഇക്കും മോളും കൂടി കളിക്കുന്നുണ്ട്. അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവളതൊന്നും കേൾക്കാൻ അവളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കളിക്കുന്നത്. അവൾ കളിക്കുമ്പോൾ പിന്നെ വേറെ ആരും ഒന്നും പറയാനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനോ ഒന്നും പാടില്ല. അവളെ ഇഷ്ടത്തിനാണ് കളിക്കുന്നത്. പിന്നെ അവളുടെ പ്രായം അങ്ങനെയാണല്ലോ. ഓരോ ഗെയിമിൻ്റെ സ്കോറിനനുസരിച്ചിട്ടാണ് അവർ ഓരോ ടിക്കറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അതിനനുസരിച്ചുള്ളത് കിട്ടും. അവിടെ നിൽക്കുന്ന ഗൈഡ് അവളെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് അതേപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ ഇഷ്ടത്തിനനുസരിച്ചാണ് കളിക്കുന്നത്. പിന്നെ ഈ ഒരു ഗെയിം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബോൾ എടുത്തിട്ട് ഇങ്ങനെ ത്രോ ചെയ്യുന്നൊരു ഗെയിം അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾക്ക്. പിന്നെ ഈ ഒരു ഗെയിമിലാണെങ്കിലും അതെ, പറഞ്ഞ പോലെ ഒന്നുമല്ല അവൾ അനുസരിക്കുന്നത്. അവളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ബോൾ എടുത്ത് എറിയുന്നത്. ഇതിന് ഓരോ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവൾ കേൾക്കൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഡിയോ ഡ്രൈവിൻ്റെ 2 പേർക്കും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു. അപ്പോൾ അവൾ ഓടിക്കുന്നത് കാർ ഡ്രൈവും അതേപോലെ തന്നെ ഓടിക്കുന്നത് ബൈക്കിൻ്റെ റൈഡുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ 2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവൾ ഓടിച്ചിട്ട് കാറായതുകൊണ്ട് അവൾ പറയുന്നത് കാറ് വേണ്ട, സ്കൂട്ടി മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അവളെ ബൈക്ക് റൈഡിലും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും കളിക്കുന്നത് നോക്കിയിട്ടാണ് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ഗെയിം ആയതിനു ശേഷം
അവളിനെ ബൈക്കിലോട്ടാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൾ ജസ്റ്റ് ഹാൻഡിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിക്കുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നത് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു റൈഡാണ്. അപ്പോൾ ജസ്റ്റ് കാറിൽ ഇരിക്കുക, അതിൻ്റെ അകത്ത് ചെറിയൊരു ഗെയിം അവർ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ ഈ കാറ് ജസ്റ്റ് ഒന്ന് റൈറ്റിലും ലെഫ്റ്റിലോട്ടും ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന ടൈപ്പുള്ളൊരു ഗെയിം റൈഡും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ അവൾ 3-4 പ്രാവശ്യം ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൽ അവൾക്ക് ഗെയിമല്ല കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്, ഈ കാറിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു അവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് നല്ല മ്യൂസിക്കും ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് അവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3-4 പ്രാവശ്യമൊക്കെ ഇരുന്നിട്ട് അവൾക്ക് പൂതി മതിയായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ ടിക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഓരോന്ന് കിട്ടിയ ടിക്കറ്റൊക്കെ ഓരോന്ന് എണ്ണി നോക്കുന്നുണ്ട്. നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ഇനി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗെയിം കളിച്ചതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് കൗണ്ടറാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് നേരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 149 ടിക്കറ്റായിരുന്നു. അപ്പോൾ ഓരോ ടിക്കറ്റിനനുസരിച്ചിട്ടാണ് അവിടെ ഓരോ ഗിഫ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എമൗണ്ടിനനുസരിച്ചുള്ള ഗിഫ്റ്റാണ് അവർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 149 ആയിരുന്നു. 150-നുള്ള ഗിഫ്റ്റാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഈ 150-ന് വേറെയും കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മോൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പ് കാറായിരുന്നു. എന്തായാലും മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഡോം എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡോം ഷേപ്പിലാണ് ഈ ഒരു മോൾ വരുന്നത്. അതിൻ്റെ അകത്ത് ഫുൾ റെസ്റ്റോറൻ്റാണ്. പിന്നെ അതിൻ്റെ തൊട്ട് നടുവിലായിട്ട് ജസ്റ്റ് റൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കാണാൻ അടിപൊളിയായിരുന്നു. എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതിയാവില്ല, അത്രയ്ക്കും ഭംഗിയായിരുന്നു. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഭംഗി നേരിൽ കാണുന്നതായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പ് തുറന്നതിന് ശേഷം നന്നായി ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വെച്ചിട്ടാണ് മക്ഡൊണാൾഡ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഐസ്ക്രീം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട കളിക്കാനും കയറാനും ഒക്കെ പറ്റി. അതുകൂടാണ്ട് ഐസ്ക്രീമും കഴിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.